പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മളെ ചെറുപയർ ഉപയോഗിച്ചിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെറുപയർ മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സ്വാദിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് ചെറുപയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനുവേണ്ടി കാന്താരിയൊക്കെ കുറച്ച് പറിച്ചു കൊണ്ടുവന്നു. അപ്പോൾ കാന്താരി ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇടികല്ലിലേക്ക് ഇട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇടികല്ലില്ല എന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിൽ, ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ കേട്ടോ. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വാദ് കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിലിടിച്ചോളൂ. അല്ല ഇനി ഇടികല്ലാണുള്ളതെന്ന് വെച്ചാൽ അതിലിടിച്ചോളൂ. അങ്ങനെ ആകുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാന്താരി ഇടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 6-7 അല്ലി വെളുത്തുള്ളിയാണ് ഇടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരുപാട് ക്രഷ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴതിന് നല്ല സാധ്യമായിട്ടുള്ള സ്വാദും നല്ലൊരു മണവും കിട്ടും കേട്ടോ. പിന്നെ ഒരു 6-7 അല്ലി ചെറിയുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരിയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിക്സീൻ്റെ ജാറിൽ നമ്മൾ ചതക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ക്രഷായിട്ട് പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ചതച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലാണ്, ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു സ്വാദ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഒരൽപ്പം കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച കൂട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാടൻ വെളിച്ചെണ്ണയിൽ ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും ഒക്കെ ഉണ്ട് മൂത്ത് വരുമ്പോഴേക്കും ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നല്ല ഒരു മണമാണ്. അപ്പോൾ അത് എന്താ പറയുക, ആ മണം കിട്ടുമ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കര, നമുക്ക് എന്താ പറയുക, നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു മണമാണ് കേട്ടോ. അപ്പോൾ അത് സ്വാദും അങ്ങനെ തന്നെയായിരിക്കും. ഇത് നല്ല മൂത്ത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ചുമന്ന കളറായി പോവണ്ട. വെളുത്തുള്ളിയൊക്കെ പ്രത്യേകിച്ചും ഒത്തിരി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ അത് ആ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു വളരെ പിഞ്ച് അളവിൽ ഞാൻ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ചതച്ച കൂട്ട് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് വഴണ്ടൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഒരു 2 സവോള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ സവോള നല്ല രീതിയിൽ സവോള ഇതിൽ കിടന്നിട്ട് വഴണ്ട് സവോളേൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് നല്ല വഴണ്ട് നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ കാന്താരീൻ്റെ എരിവൊക്കെ സവോളയിലേക്ക് പിടിച്ച് സവോള നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് അളവിലാണ് നമ്മൾ ചെറുപയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ സവോളയും നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെ അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര സ്വാദാണ് കേട്ടോ. ഒന്നും നമുക്ക് പറയാനില്ല, അതുപോലെ സ്വാദാണ്. നമുക്ക് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ, ഈവൻ ചപ്പാത്തീൻ്റെ കൂടെ പോലും കഴിക്കാനായിട്ട് ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ ചെറുപയർ വേവിക്കേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ചെറുപയർ വിസിലടിച്ച് വെന്ത് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ ഒരു സവോളയും ഉള്ളിയൊക്കെ സവോളയും ചെറിയുള്ളിയും കാന്താരിയൊക്കെ ചതച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചെറുപയറിൻ്റെ തോരൻ്റെ റെസിപ്പിയാണ്. തോരനല്ല, മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെഴുക്കുവരട്ടി റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലൈക്ക് തരാനും ഹൈപ്പ് തരാനും, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളിന്ന് കൂടെ കൂട്ടാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പികൾ നമ്മളുടെ ചാനലിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു തോരൻ ട്രൈ ചെയ്യാനായിട്ട്, തോരനല്ല വീണ്ടും പറയട്ടെ, മെഴുക്കുവരട്ടിയാണ്, മെഴുക്കുവരട്ടി ട്രൈ ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.